ദിവസവും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന മൊബൈൽ ഫോൺ. ഇതിലായിരിക്കും നമുക്ക് വേണ്ട അല്ലെ പല സാധനങ്ങളും, ഫോട്ടോസ്, വീഡിയോസ്, ഫയൽസ്, വാട്സപ്പ് ചാറ്റുകൾ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു നിമിഷത്തിൽ അങ്ങോട്ട് ഡിലീറ്റ് ആയിപ്പോയി. ഷോ, കഷ്ടം. അത് മാത്രമല്ല, ഇനി കുറച്ചു മുന്നേ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസോ ഫയൽസോ ഒക്കെ നമുക്ക് ഇപ്പം വലിയൊരു ആവശ്യം അങ്ങോട്ട് വന്നു. എന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ട്. ഇങ്ങനെ ആക്സിഡന്റലി ഡിലീറ്റ് ആയി പോയതും ലോസ് ആയി പോയ ഫയൽസ് എല്ലാം ഈ സാധനം വെച്ചിട്ട്, അല്ല ഈ സാധനത്തിൽ വേറൊരു സാധനം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എല്ലാം കൂടെ റിക്കവറി ചെയ്തെടുക്കാൻ പറ്റുന്നല്ല എങ്കിലും ഏകദേശമൊക്കെ ടെനർഷെയർ UltData എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ലോസ്റ്റോ ഡിലീറ്റോ ആയി പോയുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഫയൽസ്, വാട്സപ്പ് ചാറ്റ് ഇതെല്ലാം എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതും, അതേപോലെ തന്നെ ആൻഡ്രോയിഡിൽ നിന്ന് iOSലേക്കോ iOSൽ നിന്ന് ആൻഡ്രോയിഡിലേക്കോ എങ്ങനെ വാട്സപ്പ് നമുക്ക് മൂവ് ടു iOS ഒക്കെ ഉണ്ട്, പക്ഷെ അതിലേറെ ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെ മാറ്റാന്നുള്ളതും, വാട്സപ്പിന്റെ ഗൂഗിൾ ഡ്രൈവിലുള്ള ബാക്കപ്പ് ഐക്ലൗഡിലേക്ക് എങ്ങനെ മാറ്റാന്നുള്ളതും, ഇങ്ങനെ പല ജാതി സാധനങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ വേണം. മാക് ആയാലും വിൻഡോസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൽ ടെനർഷെയറിന്റെ UltData എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഇവർ ചെയ്തു തരുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിക്കവറി, ഡിലീറ്റ് ഫോട്ടോസ്, ആൻഡ്രോയിഡ് ഫോൺസ് വിത്തൗട്ട് റൂട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഗൂഗിൾ ഡ്രൈവിലുള്ള വാട്സപ്പ് ബാക്കപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതേപോലെ വാട്സപ്പ് ബിസിനസ് അതിലുള്ള ഫോട്ടോസ് അതൊക്കെ റിക്കവറി ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ അവർ സക്സസ് റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഫുൾ ആയിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ ഫുൾ കാര്യങ്ങളും എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ ചുമ്മാ ഡിലീറ്റ് ചെയ്തിട്ട് അത് റിക്കവർ ചെയ്തെടുക്കാൻ ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ള ചിന്ത എന്തായാലും വേണ്ട. ഇതിനെന്തായാലും പേയ്മെന്റ് കൊടുക്കണം. വലിയ ഹ്യൂജ് പേയ്മെന്റ് ഒന്നുമില്ല. പക്ഷേ ഇവർ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രയൽ നോക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രയൽ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അത് റിക്കവർ ചെയ്ത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. UltData സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഇവിടെ റിക്കവറി വാട്സപ്പ് ഡാറ്റ എന്നുള്ളതുകൊണ്ട്, അതേപോലെ റിക്കവറി ലോസ്റ്റ് ഡാറ്റ എന്നുള്ളതുകൊണ്ട്, അതിൽ ഫോട്ടോസ്, വീഡിയോസും മറ്റുള്ള ഫയൽസ്, ഡോക്യുമെന്റ്സ് എല്ലാം പെടും. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് റിക്കവർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഇതൊന്ന് ക്ലിക്ക് ചെയ്തു. PC-യും മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പോൾ കേബിൾ, യെസ്, ഇതുപോലെ കേബിൾ എടുത്തതിന് ശേഷം നേരെ PC-യിൽ ഒന്ന് കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലും അങ്ങോട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ അനുസരിച്ച് സെറ്റിംഗ്സിലൊക്കെ മാറ്റുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ അവർ പറയുന്ന പോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഞൊണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഇവിടെ കോൺടാക്ട്സ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്, കോൾ ഹിസ്റ്ററി ഉണ്ട്, ഇത് എല്ലാ കലാപരിപാടികളുണ്ട്. ഇതിൽ നമുക്ക് ഫോട്ടോസ് മാത്രം മതി. അപ്പോൾ അത് മാത്രം അങ്ങോട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം അൺടിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. തുടങ്ങി മക്കളെ. ഇനിയിപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത പലതും ഇതിൽ പൊങ്ങി വരും. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതും ഇന്നിവിടെ കാണും. സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ മൊബൈൽ ഫോണിൽ അത്രത്തോളം വലിയ ഫയൽസോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടോ അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം സ്കാൻ കംപ്ലീറ്റ് എന്നുള്ളത് കൊടുക്കുക. അതാ നിങ്ങൾ ഡിലീറ്റ് ചെയ്തതും ഡിലീറ്റ് ചെയ്യാത്തതും എല്ലാം ഉണ്ട്. അത്യാവശ്യം 900 സംതിങ്ങോളം ഫയൽസ് എൻ്റെത് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ ഡിലീറ്റഡ് ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ് നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് കിട്ടിയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഫയൽസ് ഏതാണെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം റിക്കവർ എന്നുള്ളത് കൊടുക്കുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അത് അങ്ങോട്ട് റിക്കവർ ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെ ആൻഡ്രോയിഡ് ഫോണിലെ വാട്സപ്പ് ഐഫോണിലേക്ക് മാറ്റാന്നുള്ളതും, അതേപോലെ ഗൂഗിൾ ഡ്രൈവിൽ ബാക്കപ്പ് ചെയ്തിട്ടുള്ള വാട്സപ്പ് എങ്ങനെ ഐക്ലൗഡിലേക്ക് മാറ്റാന്നുള്ളതും, ഇതിൽ തന്നെ നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ ഡേറ്റാസും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ബാക്കപ്പ് ചെയ്യാനും അത് ആവശ്യമുള്ള സമയത്ത് അത് എത്ര കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ടെനർഷെയറിന്റെ തന്നെ iCare ഫോൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതാ നേരെ വെബ്സൈറ്റിലേക്ക് ഇങ്ങനെയായിരിക്കും പോവുക. ഇവിടെ കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും നേരത്തെ പോലെ തന്നെ പൂർണ്ണമായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ഒന്നും റേസ് ചെയ്യാതെ നമുക്ക് കിട്ടും. ഓൾഡ് വാട്സപ്പിൽ നിന്ന് ന്യൂ വാട്സപ്പിലേക്ക് മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇമേജ് കാര്യങ്ങളൊക്കെ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാന്നുള്ളതും, അങ്ങനെ എല്ലാം ഇവിടെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താഴെ വെബ്സൈറ്റിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. GB വാട്സപ്പ് ഉയരായി കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ GB വാട്സപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ, നോർമൽ വാട്സപ്പ് പോകുമ്പോൾ നമുക്ക് ബാക്കപ്പിന്റെ ഒരു വിഷയം വരുന്നുണ്ടല്ലോ. അപ്പോൾ GB വാട്സപ്പ് ടു നോർമൽ വാട്സപ്പും GB വാട്സപ്പ് ടു GB വാട്സപ്പിലേക്കൊക്കെ ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ ഓപ്പൺ ചെയ്യുക. iCare ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് ബിസിനസ് ഉണ്ട്, GB വാട്സപ്പ് ഉണ്ട്,
ഡിസ്ക്, വൈബർ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യേണ്ടതെന്നോ അതേപോലെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ നോർമൽ വാട്സപ്പ് ആണ്, ജസ്റ്റ് ഒന്ന് ട്രയൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ മുകളിലായിട്ട് വാട്സപ്പ് ഡാറ്റ ട്രാൻസ്ഫറും വാട്സപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് മെർജ് എന്നുള്ള 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇനി ഇവിടെ പറയുന്ന 2 മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാനാണ്. ആദ്യം നിങ്ങൾ ഏത് മൊബൈൽ ഫോണിൽ നിന്നാണോ മാറ്റുന്നത് ആ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കേബിൾ എടുക്കുക, കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക, ഫോണിന്റെ അറ്റത്തും നേരെ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ഇവിടെ വന്നിട്ടുണ്ട് ഏതാണ് ഫോൺ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് iOS-ലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ iOS-ന്റെ കേബിൾ കിട്ടി പറയേണ്ട ആവശ്യമില്ല. ഇതും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നേരെ കണക്ട് ചെയ്ത് കൊടുക്കുക, ഇതിന്റെയും അറ്റത്ത് നേരെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആപ്പിളിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ 2 മൊബൈൽ ഫോൺ കണക്ട് ആയി. ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. ഇറ്റായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആയിരിക്കണം, ലോക്കൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്. അതൊക്കെ ചിലപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഫയൽ നഷ്ടപ്പെടാനും എറർ വരാനൊക്കെ സാധ്യതയുണ്ട്. അതിനുശേഷം ട്രാൻസ്ഫർ എന്നുള്ളത് കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആൻഡ്രോയിഡിൽ നിന്ന് iOS-ലേക്ക് നമുക്ക് വാട്സപ്പ് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇവിടെ വേറെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കപ്പ് എന്നുള്ള പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലുള്ളതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ സേഫ് ആണ്. അത് വല്ല മെമ്മറിയിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ബാക്കപ്പ് റീസ്റ്റോർ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബാക്കപ്പ് ചെയ്തിട്ടൊക്കെ റീസ്റ്റോർ ചെയ്യണമെങ്കിലും ഇതിലേക്ക് തന്നെ വന്നാൽ മതി. iOS-ലേക്കും ആൻഡ്രോയിഡിലേക്കും ഒക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലെങ്കിലും സിമ്പിൾ ആയിട്ട് തന്നെ ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ 2 സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 30% ഓഫറും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.